നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സന്താന ലബ്ധി വിധിച്ചിരുന്നു. പക്ഷേ അത് കാലഹരണപ്പെട്ടുപോയി. എന്താ, ശരിയല്ലേ? ശരിയാണ്. പിന്നീട് ഇതുവരെയും അങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചില്ല. സന്താന ലബ്ധിക്ക് വലിയ തടസ്സങ്ങളാണല്ലോ കാണുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിച്ചതുകൊണ്ട് ആ ഭാഗ്യം അനുഭവത്തിൽ വരണമെന്നില്ല. അതൊരു യോഗമാണ്. മംഗല്യഭാഗ്യം ഒരു യോഗമാണെന്ന് പറയുന്നത് പോലെ സന്താന ഭാഗ്യവും ഒരു യോഗമാണ്. ജാതകവശാൽ വലിയ പ്രതിസന്ധികളാണല്ലോ ഗൗതം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ് മുത്തശ്ശ. എന്റെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഏത് കാര്യത്തിനിറങ്ങിയാലും എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. നോക്കാം. ഗൗതമിനെ ഗ്രസിച്ചിരിക്കുന്ന കാലദോഷം കഠിനമാണ്. മുത്തശ്ശ, ഈ കാലദോഷം കഠിനമാണെന്ന് നമ്മൾ എങ്ങനെ അറിയാ? ദോഷമുള്ളവൻ വെറും വെള്ളം കുടിച്ചാലും ശ്വാസം മുട്ടുമെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നീയും കേട്ടു. മിണ്ടാതിരിക്കവിടെ. കാലദോഷം ഗ്രസിച്ചവന്റെ കയ്യിൽ പൊന്നു കിട്ടിയാലും അത് ചാരമായി പോവും എന്നൊരു ചൊല്ലുണ്ട്. അത്രമേൽ കഠിനമാണ് കാലദോഷങ്ങൾ. മുത്തശ്ശ, ഗൗതമിന് ഇനിയും കാലദോഷമുണ്ടോ? ജാതകവിധി പ്രകാരം ഇനിയും ഒരു കാലദോഷമുണ്ട്. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും കാരണം ആ കാലദോഷമാണ്. എന്റെ ജാതകത്തിലൊരു അപകടം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞു പോയല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഗൗതമിന്റെ ജാതകത്തിൽ എഴുതാതെ വിട്ടുകളഞ്ഞ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഗൗതമിനെ കാത്തിരിക്കുന്ന ആ യോഗമുള്ളത്. അഘോരയോഗം. അഘോരയോഗം? അതെന്താ മുത്തശ്ശ? അഷ്ടമത്തിൽ ശനി, രാഹു, കേതു, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ ദോഷകരമായി കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്ന കാലദോഷമാണത്. മനുഷ്യനെ മാത്രമല്ല, ചിലപ്പോൾ ദൈവത്തെ പോലും ബാധിക്കും ഈ കാലദോഷം. ഈ ദോഷകാലം മനുഷ്യന് കഠിനമായ ജീവിത പരീക്ഷകൾ നൽകും. മനസ്സമാധാനം നഷ്ടപ്പെടും. പ്രത്യേകിച്ചൊരു കാരണവും കൂടാതെ ജീവൻ പോലും ആപത്തിലാക്കുന്ന ഒരു ദോഷമാണത്. ജാതകദോഷം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവില്ല വല്യച്ഛ? തീർച്ചയായും. ഏത് ദോഷങ്ങൾക്കും പ്രതിവിധിയുണ്ട്. ഇതിനുമുണ്ട് പ്രതിവിധി. നോക്കാം.